ഈ അഭിഷേക വചനം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അനോയിൻറ്റഡ് വേർഡ് കിട്ടണം. അനോയിൻറ്റഡ് വേർഡ്. ഈ അഭിഷേക വചനത്തിൻ്റെ പ്രത്യേകത, ഉടമ്പടിക്കാരോടെ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാര്യം ഇന്നത്തെ കാലത്ത് ആധ്യാത്മികത അവസാന വാക്കാണ് ഉടമ്പടി. മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന് വേണ്ടി ജീവിച്ചുമൊക്കെ ഐതിഹാസികമായ സുവിശേഷ സാക്ഷ്യം ഇന്ന് നിറവേറ്റ് സാക്ഷ്യം പറയണ ആരാണ്? ഉടമ്പടിയിലുള്ള ആൾക്കാരെ പറയണത്. അവർക്ക് ഭയങ്കര സാധ്യതയാണ് ഉള്ളത്. എന്താ കാര്യം? അവർ വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തെ സ്നേഹിച്ചും സുവിശേഷ സാക്ഷ്യം പറഞ്ഞുകൊണ്ടും ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിലാണ് വരണത്. ഈ മുന്നേറ്റത്തിലും വരുന്ന ആൾക്കാർ പറയുന്ന വാക്കുകളൊക്കെ ചില സമയത്തൊക്കെ നമ്മൾ ഞെട്ടിപ്പിച്ച് കളയും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന കുറേ രീതികളുണ്ട്. അതിലൊന്ന് അഭിഷേക വചനമാണ്. അഭിഷേക വചനം ഇപ്പം നമ്മൾ സുഗന്ധാഭിഷേകം നമ്മൾ പറയും അല്ലേ, അതും ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ മാർഗമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ദൈവം നമ്മൾ വസിക്കുന്ന സംഭവമാണ് അഭിഷേക വചനം. അഭിഷേക വചനം എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ദൈവത്തെ സ്നേഹിച്ചും, ഇപ്പോൾ അരമണിക്കൂർ ഉടമ്പടി വചനം വായിക്കണമല്ലോ. ചില ആൾക്കാർ 1 മണിക്കൂർ വായിക്കും, ചില ആൾക്കാർ 5 മിനിറ്റ് വായിച്ചിട്ട് മടക്കി വെച്ചിട്ട് വീട്ടിൽ പോകും. അതാണ് വിഷയം. പലരും പല രീതിയിലാണ് കാണുന്നതേ. അപ്പം ചിലർ പറയും ഞങ്ങളൊക്കെ പണ്ട് ഇതൊക്കെ ചെയ്യാനാണ്, നിങ്ങളാണ് ഇതൊക്കെ പുതുതായിട്ട് കണ്ടുപിടിച്ചിരിക്കണത്, നിങ്ങൾ അതൊന്നും കണ്ടുപിടിച്ചതല്ല. പണ്ട് ചെയ്തോ ഇപ്പം ചെയ്തോ അല്ല പ്രശ്നം, എന്ത് ചെയ്തു എന്നല്ല പ്രശ്നം, എങ്ങനെ ചെയ്തു എന്നാണ് വിഷയം. ഓരോ വചനം കേൾക്കുമ്പോഴും ആ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സംസാരം തക്ക സമയത്ത് നമുക്ക് ഉപകരിക്കാൻ വേണ്ടി അത് അനോയിൻറ്റഡ് വേർഡ് പോലെ നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിക്കും. എന്നിട്ട് സമയമാകുമ്പോൾ ഇതിങ്ങനെ ഓപ്പണായിട്ട് വരും. സമയമാകുമ്പോഴാണ് ഇത് ഓപ്പണായിട്ട് വരണത്. നിങ്ങളുടെ ന്യായാധിപ സംഘം നിൽക്കുമ്പോഴേ എന്ത് സംസാരിക്കണമെന്ന് മുൻകൂട്ടി ചിന്തിക്കേണ്ട. നിങ്ങൾ പറയേണ്ടത് എന്താണ്, ആ സമയത്ത് അറിവ് നൽകും. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. പ്രാണപ്രിയനേ പൊന്നുമുഖത്തെ തേജസ്സോടെ കാണാനാകുമോ. പ്രാണപ്രിയനേ പൊന്നുമുഖത്തെ തേജസ്സോടെ കാണാനാകുമോ. തേജസ്സോടെ കാണാനാകുമോ. രാജാവേ രാജാ മഹിമയോടെ മത്തായി 10:19. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. അപ്പോൾ ഈ ഒരു ടൈം വരുമ്പോൾ ഇതുപോലെ നമ്മളൊരു പ്രത്യേക ക്രഷിലൂടെ, അതിൽ നിങ്ങൾ പറയുന്ന ക്രഷല്ല. പണ്ട് ക്രഷിൻ്റെ അർത്ഥം ഇന്നത്തെ ക്രഷിൻ്റെ അർത്ഥമല്ല. പണ്ട് ആൾക്കാർ ഞെരുക്കത്തിലാണ് ക്രഷ് എന്ന് പറയുന്നത്. ഇന്ന് ആൾക്കാർക്കാണ് ആകർഷണത്തിലാണ് ക്രഷ് എന്ന് പറയുന്നത്. ഭയങ്കരമായ വാക്കിന് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞെരുക്കത്തിൻ്റെ സമയത്ത് അടക്കം ചെയ്യപ്പെട്ട അഭിഷേക വചനങ്ങൾ വാതിൽ തുറക്കും. എന്നിട്ട് അതാണ് പറഞ്ഞത്, ആ സമയത്ത്. അതാണ് ഈ വചനം വായനയുള്ള ഗുണം. അതാണ് വചനം വായിക്കുമ്പോൾ ഒരു ഇൻഫർമേഷന് വേണ്ടി വായിക്കരുത്, ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി വായിക്കണം. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് സമ്പാദിക്കാൻ വേണ്ടി. ട്രാൻസ്ഫോർമേഷൻ എന്താണ്? വചനം കേട്ടിട്ട് നമ്മൾ തന്നെ
ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയാൻ നമ്മളെ തന്നെ മാറ്റാൻ വേണ്ടി വായിക്കണം. ഈ ട്രാൻസ്ഫർമേഷന് വേണ്ടി വചനം വായിച്ചാൽ അഭിഷേക വചനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അഭിഷേക വചനം എന്ന് പറയണത് ഒരു വചനത്തിലൂടെ ദൈവം നമ്മളോട് എപ്പോൾ ഇടക്കിടക്ക് ആ ഒരു മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇവളോട് പറഞ്ഞ യഷ്റൂമിൻ്റെ വചനമില്ലേ, അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനങ്ങനെ പെട്ടെന്നങ്ങനെ ഇരുന്നപ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ വന്ന്, എന്താണ്? നിൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. അത് എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടതാ, എത്രയോ കുരിശിൻ്റെ വഴികളിൽ 10,000 പ്രാവശ്യം കേട്ടു. പക്ഷെ ഇപ്പോൾ കർത്താവ് നേരിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ രണ്ടാമത് പോയി നോക്കി, എന്താണ്? നിന്റെ നിർമ്മലൻ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസന്നിധിയിലെ തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ പരിപാവനരേ, എന്നിൽ നിന്നും തിരികെ എടുക്കരുതെന്ന് നിർമ്മലമായൊരു ഹൃദയം നിർമ്മിച്ചരുളുന്ന സങ്കീർത്തനം 10-ാം തിരുവചനം. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ ഈ വാക്കാണ്, എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതാ. ഒരു പ്രത്യേകമായ ഒരു വിഷയത്തെക്കുറിച്ച് ഞാനിങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരോടൊക്കെ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു വിഷയമായിരുന്നു. ഞാനുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്, ഈ പ്രസ്ഥാന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ റീഡിങ് എങ്ങനെ പോകുന്നു, കർത്താവ് വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്ന് ഞാൻ കർത്താവിനോട് ആലോചന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വചനം വരണത്. ഇതിൻ്റെ അഭിഷേക വചനം എന്ന് പറയുന്നത് എന്താണ്? നിൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. ഈ ലോകത്ത് സംഭവിക്കുന്ന വിഷയങ്ങളെ ദൈവം കെട്ടുക, അഴിക്കുക എന്നുള്ള വാക്കിലാണ് വെക്കണത്. അതായത് നമ്മൾ തകർച്ച എന്നൊക്കെ പറയാം അല്ലേ? കരിസ്മാറ്റിക് ആരുപോലെ പറയണത് തകർച്ച, മുറിവെന്നൊക്കെ പറയത്തില്ലേ? പക്ഷെ അതിൻ്റെ അഭിഷേക തലത്തിൽ അത് വരണത് അഴിച്ചിലെന്നാണ് പറയണത്. അഴിച്ചിലും കെട്ടലും എന്ന് പറയും. കർത്താവ് ഉപയോഗിക്കുന്ന വാക്ക് അഴിച്ചിലാണ്. യേശുവിനും അമ്മയ്ക്കും നന്ദി. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ ആലയത്തിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ എന്നെ മാതാവിനും ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് അലൻ നെൽസൺ. ഞാൻ എറണാകുളം ജില്ല ആലുവയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയാണ്. എൻ്റെ ഇടവക ആലുവ സെൻറ്റ് സേവിയേഴ്സ് ചർച്ചാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2022 ഇത്രയും വൈകിയത് സാക്ഷ്യം പറയാനായിട്ട് ആദ്യം തന്നെ മാതാവിനോട് മാപ്പ് പറയുന്നു. എനിക്ക് ഇങ്ങനെ മൈക്ക് പിടിച്ച് ഇങ്ങനെ പറയാനായിട്ട് മടിയാണ്. അതുതന്നെയാണ് കാരണം. എനിക്കെന്നാലും ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര രീതിയിൽ ഉഴപ്പിയിട്ടാണ് ഉടമ്പടി എടുത്തേക്കണത്. എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കുന്ന പോലെ കറക്റ്റ് സമയത്തൊന്നും എണീറ്റൊന്നും അല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പള്ളികളിലൊക്കെ ആദ്യത്തെ ഒരു കൊല്ലം ഞാൻ കറക്റ്റായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ കറക്റ്റ് സമയത്ത് ഞാൻ പള്ളിയിൽ പോവും, ആഴ്ചയിൽ കുമ്പസാരിക്കും, ഞാൻ കറക്റ്റ് സമയത്ത് എനിക്ക് പ്രാർത്ഥന കാര്യങ്ങളെല്ലാം എത്തിക്കും. പിന്നെ അങ്ങോട്ട് ഞാൻ ഉഴപ്പാൻ തുടങ്ങി. എന്നാലും മാതാവ് എനിക്ക് 2 വലിയ അനുഗ്രഹങ്ങൾ ഈ കാലയളവിൽ എനിക്ക് തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തത്, കൊല്ലങ്ങളായിട്ട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. എൻ്റെ അപ്പനമ്മ ചേച്ചി ഞങ്ങൾ 4 പേര് അടങ്ങുന്നൊരു കുടുംബമാണ് ഞങ്ങൾ.
അപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ തറവാട്ടിലാണ്. അപ്പോൾ എൻ്റെ അമ്മാമ്മ മരിച്ചതിന് ശേഷം ഞങ്ങൾക്കുള്ള കുടുംബം അത് ഭാഗം വെച്ച് അതിൻ്റെ സ്വത്ത് ഭാഗം വെച്ച് ഞങ്ങൾക്ക് കിട്ടിയൊരു എമൗണ്ട് വെച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞങ്ങൾക്ക് വീട് ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയതൊരു പണയത്തിനൊരു വീടാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാണ്ട് ഞങ്ങൾ ആ വീട്ടിൽ ഞങ്ങൾ അവിടെ ചെന്നു. 4 ലക്ഷം രൂപയാണ് പണയം പറഞ്ഞത് ഒരു വർഷത്തേക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ അവർ നമുക്ക് തിരിച്ചു തരണമെങ്കിൽ നമുക്കവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. പക്ഷെ അവർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ട് അവർ ആ ഒരു സമയത്ത് പൈസയ്ക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടാണ് അവർ ആ വീട് പണയം വെച്ച് ഞങ്ങൾക്ക് ആ വീട് തന്നത്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങൾ പൈസ ഞങ്ങൾക്ക് അവർക്ക് തരാനില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളത് പുതുക്കി അങ്ങനെ 5 വർഷം ഞങ്ങളവിടെ താമസിച്ചു. അങ്ങനെ ഈ 5 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ബാങ്കിൽ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊന്നും പിടികിട്ടിയില്ല. അപ്പോൾ എനിക്ക് എന്തോ ഒരു പേപ്പറൊക്കെ കാണിച്ചിട്ട് ഇതിങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ കാര്യങ്ങൾ അത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ നമ്പർ കൊടുത്തു. അമ്മേനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അറിയാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണയം തന്നാണ് അവരുടെ സ്വന്തം വീട് വെച്ച് അവർ ഓൾറെഡി ബാങ്കിന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു തുകയായിരുന്നു. അതിൻ്റെ പകുതി അവർ അടച്ചിട്ടുള്ളൂ. പിന്നെ അവർ തവണകളായിട്ട് അത് അടയ്ക്കാത്തതുകൊണ്ട് അവർ വന്ന് ഇത് ജപ്തി ചെയ്യാൻ പോവുകയാണെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ നിലവിൽ അവരുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തൊരു കൂട്ടരാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു 4 ലക്ഷം രൂപ തരാണ്ട് ബാങ്കിന് ഇത്ര എമൗണ്ട് കൊടുക്കാനുണ്ട്. ഇതൊന്നും തരാൻ അവരുടെ കയ്യിൽ പൈസയില്ല. ബാങ്കിൻ്റെ നടപടി അവരെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ മേടിച്ച് വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്കിക്കോ, എന്തായാലും ഇത് ജപ്തി ചെയ്യാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ അവരുടെ അടുത്ത് ചോദിക്കാനാണ്, അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ഇതിപ്പോൾ നിലവിൽ അവരുടെ വീടും പോവും, ഞങ്ങളുടെ പൈസയും പോവും. ഇനി ഞങ്ങളങ്ങോട്ടും അവരങ്ങോട്ടും എന്നുള്ളൊരു ഇതിലായി. ലാസ്റ്റ് അവർ ഈ വീട് വിൽക്കാൻ തന്നെ തീരുമാനിച്ചു. വീട് വിൽക്കാൻ തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ തന്നെ ആദ്യം ചെന്ന് ചോദിച്ചു. പൈസ ഉണ്ടായിട്ടല്ല, മമ്മിയുടെ എന്തെങ്കിലുമൊക്കെ സ്വർണ്ണവും ബാക്കി അവിടെ നിന്ന് കടവും ഇതൊക്കെ മേടിച്ച് എങ്ങനെയെങ്കിലും ആ പൈസ കൊടുത്ത് അവർ പറയണ ഒരു എമൗണ്ട് കൊടുത്ത് ഇത് ഞങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. കൊല്ലങ്ങളായിട്ട് ഞങ്ങൾക്കും വീടില്ലാത്തതാണല്ലോ. അപ്പോൾ അങ്ങനെ ചെന്നു. പക്ഷേ അവർ പറഞ്ഞൊരു തുക ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നാൽ വേറെ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേറെ നോക്കട്ടെ, നിങ്ങൾ അതൊരു വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബാങ്കിന് ഈ പറഞ്ഞൊരു സമയത്തിനുള്ളിൽ ഇവരുടെ പൈസ അടച്ചില്ലെങ്കിൽ ബാങ്ക് ജപ്തി ചെയ്യും. അപ്പോൾ കുറേ കൂട്ടർ വന്ന് വീട് നോക്കിയെങ്കിലും ആരും വീട് എടുത്തിരുന്നില്ല. പിന്നെ ഞങ്ങൾ എൻ്റെ അപ്പനും അമ്മയും കുറേ കൊല്ലങ്ങളായിട്ട് നടക്കുകയാണ് ഒരു വീടിന് വേണ്ടി. അവർ കുറേ കൊല്ലങ്ങളായിട്ട് നടക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ആലുവ എന്നുള്ള ഒരു ജംഗ്ഷനിൽ തന്നെയാണ്. പക്ഷേ ഇവർ ദൂരെയുള്ള കുറേ സ്ഥലങ്ങളിലാണ് വീട് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് പറയണത്, ഇവിടെ വീടുണ്ടാ, നമുക്ക് അങ്ങോട്ട് മാറിയാലോ, അവിടെ സെൻറ്റിന് അങ്ങനെ വിലയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചേച്ചി ഭയങ്കര വാശി പിടിക്കും, അത് പറ്റൂല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ പറ്റുള്ളൂ. എൻ്റെ സർക്കിൾ വിട്ടുപോകാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എത്ര എന്ത് വന്നിട്ടാണെങ്കിലും ഇവിടുന്ന് പോകില്ല എന്നുള്ള രീതിയിൽ ഞാൻ വാശി പിടിക്കും. അപ്പോൾ പിന്നെ ഞാൻ പ്രാർത്ഥിക്കണ സമയത്ത് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, മാതാവ് എനിക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങണത് എന്നാണോ 2 മാസം, ആ 2 മാസത്തിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഈ പരിസരത്ത് തന്നെ ഒരു വീടും സ്ഥലവും മാതാവ് എനിക്ക് വാങ്ങിച്ച് തരണമെന്ന് ഞാൻ പറയും. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് പിന്നെ എൻ്റെ അപ്പനമ്മേൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ നമുക്ക് ഒന്നും കൂടി സംസാരിച്ച് നോക്കാം, അവർ കൊണ്ടുവന്ന ആൾക്കാരൊന്നും ഈ വീട് എടുക്കണില്ല, ഇപ്പം നിലവിൽ ഒന്നുകൂടി നമുക്കൊരു വില പറഞ്ഞു നോക്കാം, അവരെന്താ പറയണം നോക്കാം. അതിൽ ലാസ്റ്റ് ഒന്നുകൂടി അപ്പനമ്മയെ പോയി സംസാരിച്ചു. അപ്പോൾ അവർ പിന്നെ ഒരു വില പറഞ്ഞു, ഞങ്ങളൊരു വില പറഞ്ഞു. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു വില വെച്ച് ഞങ്ങൾ ഉറപ്പിച്ചു. അതിൽ ലാസ്റ്റ് പിന്നെ അതിൻ്റെ പൈസയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമായിരുന്നു അപ്പനമ്മയും കൂടി. അതിൻ്റെ ആദ്യത്തെ പൈസ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് അമ്മയുടെ സ്വർണ്ണങ്ങളും പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ പേര് സഹായിച്ചു. പിന്നെ ഒരു 16 ലക്ഷം രൂപ പിന്നെയും കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൻ്റെ പേരിലാണ് ലോണിന് അപേക്ഷിച്ചത്. അപ്പന് ഒരു 60 വയസ്സായതുകൊണ്ട് അപ്പൻ്റെ പേരിൽ അങ്ങനെ പെട്ടെന്ന് ലോൺ കിട്ടണമെന്ന്, ഇത്ര ഒരു വലിയൊരു എമൗണ്ട് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ അപ്പൻ്റെ അവിടെ കിട്ടാത്തതുകൊണ്ട് കുറേ ഈ ബാങ്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറി ഇറങ്ങി. അപ്പോൾ ലാസ്റ്റ് ദൈവമാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ആ ലോൺ കിട്ടി. എന്നിട്ട്
ആ പൈസ അടച്ച് ഇപ്പോൾ ഒരു 5 മാസത്തോളമായി ഞങ്ങൾ ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കണത്. എല്ലാ മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമയാണ് എടുത്തത്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ആ സമയത്ത് ഞാൻ പഠിക്കണതിലൊക്കെ ഭയങ്കര പുറകോട്ടാണ്. ഞാൻ ഫസ്റ്റ് ഇയർ എനിക്ക് 6 സപ്ലി ഒറ്റയടി കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു +2 തന്നെ ഒരു കണക്കിനാണ് പാസ്സായി പോയത്. അപ്പോൾ ഇനി തുടർന്നുള്ള പഠിത്തത്തിലും ഫസ്റ്റ് ഇയർ തന്നെ 6 സപ്ലി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതും പോയി കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചു. ഇത് പഠിക്കണതിന് എത്ര 1 ലക്ഷം രൂപ അടുത്ത് പഠിക്കണതിന് ചിലവുണ്ട്. അപ്പോൾ ഈ അപ്പനമ്മയും കൂടി ഇത് ഇത്ര കഷ്ടപ്പെട്ട് അടച്ചിട്ട് ഇനി ഞാൻ ഇതും മൊത്തം സപ്ലി അടിച്ച് കൂട്ടുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് ഇയർ അത്ര സപ്ലി കിട്ടിയെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് പാസ്സായി. പിന്നെ ഞാൻ എല്ലാ പരീക്ഷകളിലും പിന്നെ അങ്ങോട്ട് പോകണതിൽ എല്ലാത്തിനും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റ് കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ആരും കാണാൻ ടീച്ചേഴ്സ്മാർ പരീക്ഷകളിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത് ഞാനായിരിക്കും. എന്നിട്ട് ആരും കാണാണ്ട് ഞാൻ പരീക്ഷ പേപ്പറിൻ്റെ അവിടെ ഞാൻ ലോക്കറ്റ് ആയിട്ട് ഇങ്ങനെ കുരിശ് വരയ്ക്കും. ഞാൻ വിശ്വാസപ്രമാണം എത്തിക്കും, മനസ്താപ്രമാണം എത്തിക്കും. എനിക്കൊരു വിശ്വാസത്തിന് അപ്പോൾ ടീച്ചർമാരെ കാണുമ്പോൾ ചിരിക്കും, എടാ നീ ജയിക്കൂടാ എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ അങ്ങോട്ട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയ പരീക്ഷ തൊട്ട് പിന്നെ ഞാൻ തോറ്റിട്ടില്ല. പിന്നെ 6th സെമ്മ് വരെ ഞാൻ പാസ്സായി, ഞാൻ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ പാസ്സായി ഇറങ്ങിയിട്ട് ഞാൻ ഈ പഠിച്ചതൊക്കെ ഒരു കണക്കിനാണ്. ഞാൻ പഠിക്കുമായിരുന്നില്ല. ഞാൻ ഈ എന്താ പറയുക, എൻ്റെ കോളേജിലേക്ക് പോണ മുമ്പ് ഞാൻ KSRTC ബാക്ക് സീറ്റിൽ പോയിരുന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വെറുതെ ഫോണിൽ ഒറ്റയടിക്ക് നോക്കിയിട്ട് ഞാൻ പോയിരുന്ന് എഴുതിയത്. ഒരു അക്ഷരം പഠിക്കാണ്ട് ഞാൻ പോയിരുന്ന് എഴുതിയത്. എന്നിട്ട് അപ്പോൾ ഈ കാണാപ്പാടമാണ് പഠിക്കണം സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു മൈൻഡിലുള്ളത് അപ്പം തന്നെ എഴുതി വെക്കും. പിന്നെ ഇതിൽ വല്ല ഡ്രോയിങ് ഒക്കെ ഉണ്ടാവും, അതും എഴുതി വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് പാസ്സായി. പിന്നെ ഈ ജോലിയുടെ കാര്യം വന്നപ്പോഴാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് 6th സെമ്മായി ഇൻറ്റേൺഷിപ്പ് ചെയ്യണുണ്ടായി. ആ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ആ കമ്പനിയിൽ പ്ലേസ്ഡ് ആവാനായിട്ട്. അപ്പോൾ വേറൊരു നല്ല ജോലി എങ്ങനെ കിട്ടാനാണ്? കാരണം ഞാൻ ഈ ഇതിൻ്റെ പ്രാക്ടിക്കൽ ബേസ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ പഠിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പ്രാക്ടിക്കലായിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഇലക്ട്രിക്കലാണ്, എനിക്ക് അതിൻ്റെ പറ്റി ഒന്നും അറിയായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക, എന്ത് ചെയ്യുമെന്നാണ് ഈ മിക്കവരും പഠിത്തം കഴിഞ്ഞിട്ട് ജോലി കിട്ടാണ്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും അങ്ങനെ നടക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു ദിവസം എൻ്റെ അപ്പനും അമ്മയും ചേച്ചിയും കൂടി ഞങ്ങൾ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ പോയി. അപ്പോൾ മാതാവിൻ്റെ ഒരു ദൂത് എന്നുള്ള രീതിയിൽ ഒരാളെൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ പഠിത്തം എന്തായി കഴിഞ്ഞാന്ന് ചോദിച്ചു. ഇല്ല കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ 6th സെമ്മാണ്, ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യണുണ്ട്, ജോലി നോക്കണം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എയർപോർട്ടിലൊരു ജോലിയുണ്ട്, ചെയ്യാൻ താല്പര്യം ഉണ്ടാകുന്ന ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ഹാപ്പി, എയർപോർട്ടിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി. അത് കിട്ടുമെന്നൊന്നും പ്രതീക്ഷ ഉണ്ടായില്ല. എന്നിട്ട് എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം പാസ്സായി, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചെന്നു. ആ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ നീ പിന്നെ വേറൊരു ചേട്ടൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ആ ചേട്ടനാണ് അവിടുത്തെ എൻജിനീയർ. എന്നിട്ട് ആ ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിനുള്ളൊരു ഡേറ്റ് വന്നു. അന്നത്തെ ദിവസം ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഉടമ്പടി തൈലം ഇതും ഉപ്പും ഇതൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോയത്. ആ സമയത്ത് ഇൻ്റർവ്യൂ എനിക്ക് ഈസി ആയിരുന്നു. ഇംഗ്ലീഷിൽ എന്തൊക്കെയോ ചോദിച്ച് കുറച്ചൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ട് അവിടെ എനിക്കിപ്പോൾ നിലവിൽ ജോലി ലഭിച്ചു. ഇപ്പോൾ ഞാൻ എയർപോർട്ടിൽ എയറോ ബ്രിഡ്ജ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യണു. ഇതെല്ലാം എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞാൻ എൻ്റെ പത്രങ്ങൾ അങ്ങനെ കൊടുത്തിരുന്നത് വെച്ച് ഞാൻ പള്ളികളിലും അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും ഞാൻ കൊടുത്തിരുന്നു. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ കുമ്പസാരിച്ചിരുന്നു കുഴപ്പമില്ലാണ്ട്. പക്ഷേ മാസത്തിൽ ഒരിക്കലൊക്കെയാണ് പിന്നെ കുമ്പസാരിച്ചത്. പിന്നെ കുർബാന ഇപ്പോൾ പോകുന്നുണ്ട്, ഡെയിലി കറക്റ്റ് പോകുന്നുണ്ട്. പിന്നെ 30 മിനിറ്റോളം ഞാൻ എൻ്റേതായിട്ടുള്ള പേഴ്സണലായിട്ട് ഞാൻ പ്രാർത്ഥന ഞാൻ എന്നും എത്തിക്കാറുണ്ട്. രാവിലെ അല്ലെങ്കിൽ എപ്പോഴും. ഇപ്പം എനിക്കിപ്പോൾ ഷിഫ്റ്റ് ജോലി ആയതുകൊണ്ട് എനിക്ക് രാവിലെ നേരത്തെ പോവുകയാണെങ്കിൽ രാവിലെ എനിക്ക് പറ്റൂല. ചിലപ്പോൾ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടായിരിക്കും എത്തിക്കണേ. മുടങ്ങാണ്ട് ഞാൻ എല്ലാ ദിവസവും 30 മിനിറ്റ് എൻ്റെ ഒരു പ്രാർത്ഥന എന്തായാലും ഉണ്ടാവും. പിന്നെ ബൈബിൾ ഇപ്പോൾ ഡെയിലി വായിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്ന മാതാവിന് ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയും. എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കിയതിന് തിരുകുമാരനോടും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ചന്ദ്രലേഖ, കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ്. എൻ്റെ കൂട്ടുകാരി പറഞ്ഞ് ചേച്ചി
എൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം മാറിക്കിട്ടും. ചേച്ചി പോയി കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്ക്, ഉടമ്പടി എടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് അറിയത്തില്ല, എനിക്കൊരു മാർഗ്ഗവുമില്ലല്ലോ, അത് ചേച്ചിക്ക് യൂട്യൂബിൽ ഞാൻ ഇട്ടുതരാം. ഞാൻ പറഞ്ഞു എനിക്ക് ഫോണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു പഴയ ഫോൺ, കൊള്ളാത്ത പൊട്ടിപ്പൊളിഞ്ഞ ഫോൺ, ഒരുപാട് കടയിൽ കൊണ്ട് കൊടുത്തിട്ടും ആ ഫോൺ ശരിയാകുന്നില്ല. അപ്പോൾ എൻ്റെ മകൾ വൈഫൈ പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഈ ഫോണൊന്നും നോക്കി, എനിക്കറിയാം അത് കൊള്ളത്തില്ലെന്ന്, എങ്കിലും ഞാൻ കൊടുത്തപ്പോൾ ആ മോള് അത് ഓണാക്കി ഫസ്റ്റിലേക്ക് ഇട്ടുന്നത് എനിക്ക് കൃപാസനത്തിലെ അച്ഛൻ്റെ ധ്യാനവും മറ്റ് പ്രാർത്ഥനകളും നമുക്ക് ജപമാല ചൊല്ലി പഠിക്കാനും എല്ലാം എനിക്കത് കിട്ടി. വേറെ ഒന്നിനും എനിക്ക് പറ്റത്തില്ല, പക്ഷേ എനിക്കിവിടുത്തെ പ്രാർത്ഥന എല്ലാം എനിക്ക് മുറയ്ക്ക് കിട്ടുകയും ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുകയും നമ്മൾ പ്രാർത്ഥന രാവിലെ 5:30 മണിയുടെ പ്രാർത്ഥനയിൽ കൂടുകയും എല്ലാം ചെയ്യാൻ എനിക്ക് പറ്റും. ഇന്നും ഞാൻ അതിൽ പങ്കെടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഫോൺ വിളിക്കാൻ പറ്റത്തില്ല, വേറെ ഒന്നിനും പറ്റത്തില്ല. എനിക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, കൃപാസനത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പറ്റും. പ്രാർത്ഥനയും ധ്യാനവും ആരാധനയും മറ്റെല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആദ്യമായി ഉണ്ടായ അനുഭവം, അമ്മയുടെ നിന്നുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ, എൻ്റെ പ്രമാണം 10-20 വർഷമായി ബാങ്കിലായിരുന്നു. കാരണം എനിക്ക് 2 പെൺമക്കളാണ്, അവരെ പഠിപ്പിക്കുകയും അവരുടെ കല്യാണത്തിന് വേണ്ടി പലിശയ്ക്ക് പണം എടുത്ത് പ്രമാണം എടുക്കും, വീണ്ടും വയ്ക്കും. അങ്ങനെ 10-20 വർഷം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാനുള്ള ഇതില്ല, ജോലിയുമില്ല. എന്ത് ചെയ്യും ദൈവമേ, അത് അങ്ങനെ ഇതിന് ഇനി എടുക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ ഇതിൽ വന്ന് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാർച്ച് 31 വരെ ഉള്ളായിരുന്നു കാലാവധി കഴിഞ്ഞ വർഷം. അപ്പോൾ 25 രാവിലെ ആയപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ആരോ പറയുന്നു ബാങ്കിൽ പോകുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ദൈവമേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, വിഷമവും ഉണ്ട്. എങ്കിലും ഞാൻ സ്വർണം പണയം വെച്ചേക്കുന്നു, ഞാൻ പലിശ അടയ്ക്കാൻ പോയ ഞാനാണ്. അവിടെ ചെന്ന് എനിക്കറിഞ്ഞൂടെ എങ്ങനെ എനിക്ക് പൈസ അതിൽ നിന്ന് കിട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ആ പ്രമാണം എടുക്കാൻ പറ്റി. അമ്മയുടെ കൃപയനുസരിച്ച്, അമ്മയുടെ പ്രത്യക്ഷീകരണം പോലെ എനിക്ക് എല്ലാ കാര്യവും പ്രമാണം തിരിച്ച് എനിക്ക് കിട്ടി. എൻ്റെ കയ്യിൽ തന്നെ അന്ന് തന്നെ കിട്ടി. 31-ന് 2 ദിവസം ഉള്ളപ്പോൾ എനിക്ക് എൻ്റെ പ്രമാണം എനിക്ക് കയ്യിൽ കിട്ടി. അതിൽ അമ്മയോട് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു, തിരുകുമാരനോടും. അതുപോലെ തന്നെ എനിക്ക് വെള്ളമില്ലാഞ്ഞ് ഞാൻ സങ്കടപ്പെട്ട് നടക്കുക. കാരണം ഞങ്ങൾ കുടുംബം ഓഹരി പോയപ്പോൾ അവർ മതിൽ കെട്ടി മറച്ചു. പിന്നെ എനിക്ക് ചുമട്ട് വെള്ളം കോരാൻ വയ്യ, പൈപ്പ് വെള്ളമില്ല, എന്ത് ചെയ്യമ്മേ, കിണർ കുഴിക്കാനുള്ള മാർഗ്ഗവും എനിക്കില്ലല്ലോ എന്ന് ഞാൻ മനസ്സ് സങ്കല്പിച്ചതേ ഉള്ളൂ. അന്ന് വൈകിട്ട് എൻ്റെ മോളെ മരുമോൻ വിളിച്ചു പറഞ്ഞു, അമ്മയ്ക്ക് വെള്ളമില്ലല്ലോ, അമ്മയ്ക്ക് ഞാൻ കുറച്ച് പൈസ തരാം. അമ്മ ബാക്കി പൈസയും കൂടെ ഇട്ട് അങ്ങനെ 15,000 രൂപയായി. പുതിയ കണക്ഷൻ പിടിച്ച് ഇന്നും എനിക്ക് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് എൻ്റെ അമ്മയുടെ ഒരു കരുണയും കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് നടുവേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വയ്യായിരുന്നു. ബെൽറ്റിട്ട് നടന്ന എനിക്ക് ജോലിക്കൊന്നും പോകാനും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെ മാറിയെന്ന് പോലും അറിഞ്ഞില്ല. ഇപ്പോൾ ചെന്നപ്പോൾ നടുവിന് വേദനയില്ല, എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ നടുവേദന മാറിക്കിട്ടുകയും എല്ലാം ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ പോകുന്ന വഴിയാണെങ്കിൽ ഭയങ്കര ഇടിഞ്ഞ് പൊളിഞ്ഞ് നമ്മൾ വീഴ്. എൻ്റെ കാലൊന്ന് തട്ടിയതുപോലെ എനിക്ക് തോന്നിയതുള്ളൂ. പക്ഷേ ഞാൻ കമന്ന് പോയി മെറ്റിലിന് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് മെറ്റില്ല, ഞാൻ ചെന്ന് വീണ എന്നെ കിട്ടത്തില്ല. എൻ്റെ പല്ലും പോവും, നടുവും മൂതും എല്ലാം പോവും. ആരോ എന്നെ പുറകിൽ നിന്ന് ഡേന്നൊന്നൊരു വിളിച്ചിട്ട് തട്ടി അങ്ങ് മാറ്റി. ഞാൻ ചെന്ന് ഒരു പുല്ല് കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് വീണിട്ട് എനിക്ക് ഒരു പോറൽ പോലും പറ്റിയില്ല. ആ റോഡിൽ വീണെങ്കിൽ എന്നെ പൊടി പോലും കിട്ടത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് ആരാ എന്നെ അങ്ങനെ പുറകെ വന്നവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? അയ്യോ അമ്മ ഞങ്ങൾ വിളിച്ചില്ലല്ലോ, പിന്നെ ആരാ എന്നെ പുറകിടേന്ന് വിളിച്ച് തട്ടിയിട്ടത്? അത് അമ്മയുടെ ഒരു ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തത്, ഞാൻ ഹോസ്പിറ്റലിൽ പത്രം വാങ്ങി എല്ലാ ആശുപത്രികളിലും ബസ്സിലിരുന്ന് കൂട്ടുകൂടി അവരോട് അമ്മയുടെ അപ്പൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൃപാസനത്തിൽ പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരോട് കൂട്ടുകൂടി പത്രം കൊടുത്ത് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഓരോ പത്രവും എടുത്ത് പ്രാർത്ഥിച്ച് തന്നെ ഓരോരുത്തർക്കും കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആശുപത്രിയിലും കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനത്തിൽ ഞാൻ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുകയും
എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിൽ ആര് വന്ന് ചോദിച്ചാലും കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിൽ നല്ല സമാധാനവും സന്തോഷമായി ജീവിക്കുന്നു. ആത്മീയ ജീവിതം, പ്രാർത്ഥന, ഞാൻ പറഞ്ഞില്ലേ കൃപാസനത്തിൽ ഇത് കിട്ടിയത് കൊണ്ട് എനിക്ക് രാവിലെ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാനും ധ്യാനത്തിൽ പങ്കെടുക്കാനും ആരാധനയിൽ പങ്കെടുക്കാനും ഒക്കെ സാധിക്കുന്നു. പിന്നെ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ജപമാല നോക്കി പ്രാർത്ഥിക്കും. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞതുകൊണ്ട് എൻ്റെ ഇനിയും മുന്നോട്ട് എനിക്ക് അമ്മയുടെ അനുഗ്രഹത്താലും ഈശോയുടെ അപ്പയുടെ അനുഗ്രഹത്താലും ജീവിക്കാനാണ് ആഗ്രഹം.